ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഐവം എന്ന വ്യത്യസ്തമായ ഒരു തെലുങ്ക് ക്രൈം ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, സെലിബ്രിറ്റി ക്രേസ് ഉള്ള പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരാൾ തുടർച്ചയായി കൊലപാതകങ്ങൾ ചെയ്യുകയാണ്. അതായത് സിനിമാ നടന്മാരെ വെറും നടന്മാരായി മാത്രം കാണാതെ അവൻ എൻ്റെ ഉയിരാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ ലോകമാണ് എന്ന തലത്തിലേക്ക് അമിതമായി ആരാധിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഒരു സൈക്കോ കൊലപാതകങ്ങൾ നടത്തുന്നു. എന്തിനാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന കാരണം നമ്മളോട് പറയും. പക്ഷെ അവനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സങ്കീർണതകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സിനിമയുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ യുഗേന്ദർ എന്നൊരാളെ കാണിക്കുന്നു. ഇയാളുടെ വിവാഹം അടുത്തിടെ ഹാരിക എന്ന പെൺകുട്ടിയുമായി കഴിഞ്ഞതാണ്. അവരുടെ ദാമ്പത്യ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. രണ്ടുപേർക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഹാരികയുടെ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹാരികയും ഹർഷ എന്നൊരാളും തമ്മിൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോവാണ്. അതേസമയം ഹർഷ പേടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഹാരികയ്ക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. അവൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അവൾക്ക് ഇതാണ് ഇഷ്ടമെന്ന് പറയുന്നു. മാത്രമല്ല അവളുടെ സൗന്ദര്യത്തിനും ശരീരത്തിനും ഇയാൾ യോഗ്യനല്ലെന്നും ഈ ഹർഷയാണ് യോഗ്യനെന്നും പറയുന്നു. അവൻ വെബ് സീരീസുകളിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഉടനെ തന്നെ ഫീച്ചർ ഫിലിമിലും അഭിനയിക്കാൻ പോവുകയാണ്. അവനെയാണ് അവൾക്കിഷ്ടം. അങ്ങനെ അവന്റെ മേലുള്ള സെലിബ്രിറ്റി ക്രേസ് കാരണമാണ് ഈ ബന്ധമെന്ന് പറയുന്നു. ഹാരികയുടെ പ്രതീക്ഷകൾ വളരെ വലുതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അവൾക്കൊരു സിനിമാ ജീവിതം നയിക്കാനായിരുന്നു ആഗ്രഹം. സിനിമ എന്നത് സ്ക്രിപ്റ്റഡ് ആണ്, എന്നാൽ യാഥാർത്ഥ്യം അതല്ലല്ലോ. അത് മനസ്സിലാക്കാത്ത ഹാരിക തനിക്ക് സെലിബ്രിറ്റി ക്രേസ് ഉണ്ടെന്നും ഇവനെയാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ബന്ധം പുലർത്തുന്നു. ഹാരികയുടെ സൗന്ദര്യത്തിന് യുഗേന്ദർ യോഗ്യനല്ല. ഒരു സിനിമാ സെലിബ്രിറ്റിയാണ് യോഗ്യൻ എന്ന രീതിയിൽ അവൾ യുഗേന്ദറിനെ താഴ്ത്തി സംസാരിക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന യുഗേന്ദർ കത്തിയെടുത്ത് ഹാരികയുടെ വാക്കീറി മുറിക്കുന്നു. അത് കണ്ട് ഹർഷ അലറാൻ തുടങ്ങുമ്പോൾ അവന്റെ നെഞ്ചിലും കത്തിയിറക്കി കൊല്ലുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഹാരിക പേടിച്ചോടാൻ ശ്രമിക്കുകയും തട്ടിത്തടഞ്ഞ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ് ആ നിമിഷം തന്നെ മരിക്കുകയും ചെയ്യുന്നു. ശാന്തനായിരുന്ന യുഗേന്ദറിനെ ഈ ഹാരിക ഒരു സൈക്കോ ആക്കി മാറ്റിയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിടെ കട്ട് ചെയ്ത് പ്രസന്റ് സീനിലേക്ക് വരുന്നു. ഹൈവേയിൽ ഒരു പഞ്ചർ കട നടത്തുന്ന ഒരു പയ്യനെ കാണിക്കുന്നു. രാത്രി സമയത്ത് അവന്റെ മുഖത്ത് ഒരു പ്രകാശമുള്ള വെളിച്ചം അടിക്കുന്നു. നോക്കുമ്പോൾ ഒരു കറുത്ത കാറ് വന്നിരിക്കുകയാണ്. അതിൽ നിന്നിറങ്ങിയ ആൾ കുറെ ലഘുലേഖകളും ഒരു കെട്ട് പണവും കൊടുത്തിട്ട് ഇത് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ആ പയ്യൻ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക കോളേജിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ് ആ വ്യക്തി പോകുന്നു. ആ പയ്യൻ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന പെൺകുട്ടികൾക്ക് ആ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നടൻ പ്രഭാസിനൊപ്പം ഡിന്നർ കഴിക്കണോ എങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് അവസരം ലഭിക്കും എന്നായിരുന്നു. വിവരമുള്ള പെൺകുട്ടികൾ അത് വാങ്ങി വായിച്ചു നോക്കിയിട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. കാരണം ഈ കോൺടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് അവർക്ക് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നതെന്ന് അവർ ലോജിക്കായി ചിന്തിച്ചു. എന്നാൽ പ്രഭാസ് എന്ന നടനോട് അമിതമായി ക്രേസ് ഉള്ള ചില പെൺകുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്ന ആഗ്രഹത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ എന്ന് കരുതി അതിൽ കീർത്തി എന്ന പെൺകുട്ടി അത് ട്രൈ ചെയ്യുന്നു. കുറച്ചു പേർക്ക് കൊടുത്തപ്പോഴേക്കും കോളേജ് സെക്യൂരിറ്റി വന്ന് ആ പയ്യനെ ഓടിച്ചുവിട്ടു. ഇപ്പോൾ കീർത്തി ആ QR കോഡ് സ്കാൻ ചെയ്യുന്നു. അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം അവൾ വളരെ താല്പര്യത്തോടെ ഉത്തരം നൽകുന്നു. ഉത്തരങ്ങളെല്ലാം ശരിയാണെന്ന് വരുന്നു. ആ അവസരത്തിൽ കീർത്തി വിജയിച്ചതായും അറിയിക്കുന്നു. അവർ പറയുന്ന സ്ഥലത്തേക്ക് രാത്രി വരാൻ കീർത്തിയോട് ആവശ്യപ്പെടുന്നു. കീർത്തി തനിച്ച് അവിടേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് കാൻഡിൽ ലൈറ്റ് ഡിന്നറിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. ഇരുവശത്തും വെള്ളം, ഒരു മുളപ്പാലം, ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ്, മുകളിൽ മനോഹരമായ ലൈറ്റുകൾ, കഴിക്കാനുള്ള വിഭവങ്ങൾ എല്ലാം റെഡിയായിരുന്നു. കീർത്തി അതെല്ലാം നോക്കി നിൽക്കുകയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ അവിടേക്ക് ഒരാൾ വരുന്നു. അത് മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ ശാന്തനായിരുന്ന സൈക്കോ മാറിയ യുഗേന്ദർ ആയിരുന്നു. അയാൾ ഒരു ബൊക്കയും കൊണ്ടുവന്ന് കീർത്തിക്ക് കൊടുത്ത ഗെയിമിൽ വിജയിച്ചതിന് അഭിനന്ദിക്കുന്നു. കൂടാതെ തന്റെ പേര് യുഗേന്ദർ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. ശരി, വാ കഴിക്കാം എന്ന് പറയുമ്പോൾ കീർത്തി ചോദിക്കുന്നുണ്ട്, അല്ല പ്രഭാസാർ വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? നിങ്ങൾ എന്താ പ്രഭാസാറിന്റെ കൂടെ മാത്രമേ ഇരുന്ന് കഴിക്കുള്ളൂ, എന്റെ കൂടെ കഴിക്കില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ കീർത്തി പതിയെ ഭയപ്പെടാൻ തുടങ്ങുന്നു. ശരി, പ്രഭാസിന്റെ കൂടെ കഴിക്കൂ എന്ന് പറയുന്നല്ലോ. പ്രഭാസ് നിങ്ങളുടെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു സിനിമാ നടനാണ്, എനിക്ക് ഇഷ്ടമാണ് എന്ന് കീർത്തി പറയുന്നു. അതിനപ്പുറം അദ്ദേഹം നിങ്ങളുടെ ആരാണ്? സുഹൃത്താണോ, ബോയ് ഫ്രണ്ട് ആണോ, അതോ ബന്ധുവാണോ എന്ന് ചോദിക്കുമ്പോൾ കീർത്തിക്ക് ഉത്തരമില്ല. എനിക്ക് പോകണമെന്ന് കീർത്തി പറയുന്നുണ്ട്. അപ്പോൾ യുഗേന്ദർ പറയുന്നു, ടെക്നിക്കലി നടൻ പ്രഭാസ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളല്ലേ. ഇനിയിപ്പോൾ പ്രഭാസ് ഇവിടെ വന്നിരുന്നാൽ തന്നെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയല്ലേ. എന്താ അദ്ദേഹത്തിന്റെ കൂടെ മാത്രമേ കഴിക്കൂ? ഞാനും പരിചയമില്ലാത്ത ആളല്ലേ.
എന്റെ കൂടെ ഇരുന്ന് കഴിക്ക് എന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. കീർത്തി ഭയപ്പെടുന്നു. ഇങ്ങനെയാണോ കഴിക്കുന്നത്, നന്നായി കഴിക്കുക എന്ന് പറഞ്ഞ് അയാൾ തന്നെ ബിരിയാണി വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ കീർത്തിയുടെ കാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം, എഴുന്നേറ്റ് ഓടാതിരിക്കാൻ. അവളെ നിർബന്ധിച്ച് നന്നായി ഭക്ഷണം കഴിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ ഒരു പോലീസ് ഓഫീസറാണ്, പുതുതായി ജോലിക്ക് ചേർന്നതാണ്. സത്യത്തിൽ ഹീറോയിന്റെ വീട്ടിൽ അവൾക്ക് യാതൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെല്ലാം IT കമ്പനിയിലല്ലേ ജോലിക്ക് പോകുന്നത്. നിനക്കും വല്ല IT കമ്പനിയിലും പോയാൽ പോരെ, എന്തിനാണ് ഈ പോലീസ് ജോലിക്ക് പോകുന്നത്? പോലീസ് ജോലി നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല എന്നൊക്കെ വീട്ടുകാർ എതിർത്തിരുന്നു. അതെല്ലാം മറികടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഹീറോയിൻ ഇപ്പോൾ പോലീസ് ഓഫീസറായത്. ആദ്യ ദിവസം ഡ്യൂട്ടിക്ക് വരുന്നു. അപ്പോഴാണ് കീർത്തിയും അവളുടെ സുഹൃത്തുക്കളും ഗംഗാധരൻ എന്ന പോലീസ് ഓഫീസറുടെ അടുത്ത് ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു സാർ, എന്നെ ഒരാൾ പറ്റിച്ചു എന്ന് പരാതി പറയുന്നത്. ആരാണ് അവൻ, എന്താണ് സംഭവിച്ചത്, വിശദമായി പറയൂ എന്ന് ചോദിക്കുമ്പോൾ അവൾ കാര്യങ്ങൾ പറയുന്നു. ഇതുപോലെ ലഘുലയിൽ പ്രഭാസിനെ മീറ്റ് ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്ത് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തു, വിജയിച്ചു. പ്രഭാസിനെ കാണാൻ ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനും അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അവിടെ പ്രഭാസ് അല്ല, യുഗേന്ദർ എന്നൊരാളായിരുന്നു. അവൻ എന്റെ കൈയും കാലും കെട്ടിയിട്ട് ബിരിയാണി തന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ വീട്ടിൽ തിരികെ കൊണ്ടുവിട്ടു എന്നവൾ പറയുന്നു. അവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് കേസ് കൊടുക്കാൻ വന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, ഇങ്ങനെ ഞങ്ങൾ സമയം കളയാതെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗംഗാധരൻ ആ പെൺകുട്ടികളെ നിസ്സാരമായി ശകാരിച്ച് തിരിച്ചയക്കുന്നു. സത്യത്തിൽ ആ യുഗേന്ദർ കീർത്തിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ട്രാപ്പ് സെറ്റ് ചെയ്തത്. ഒരുപക്ഷെ അവൻ വിചാരിക്കാത്ത പോലത്തെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാകാം വിട്ടയച്ചത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഹീറോയിനെ ഇൻസ്പെക്ടർ അടുത്ത് ഗംഗാധരൻ പരിചയപ്പെടുത്തുന്നു. ഇൻസ്പെക്ടർ സാധാരണയായി ഒരു ഹായ് പറഞ്ഞ് ജോലി നോക്കാൻ പറയുന്നു. ഉടൻ ഹീറോയിൻ, സാർ നിങ്ങളാണ് എന്റെ ഇൻസ്പിറേഷൻ. നിങ്ങൾ കൈകാര്യം ചെയ്ത കേസുകളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആൺകുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല. എവിടെ പോയാലും അണ്ണനോ അച്ഛനോ കൂടെ വരും. എന്നെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് വളർത്തിയത്. അതെല്ലാം തകർക്കാൻ വേണ്ടിയാണ് ഞാൻ പോലീസ് ജോലി തിരഞ്ഞെടുത്തത്. പക്ഷേ ട്രെയിനിങ്ങിൽ പോലും അച്ഛനും അണ്ണനും കൂടെ വരുമായിരുന്നു. ഇപ്പോൾ ഞാൻ പോലീസായി, എനിക്ക് എന്നെയും കൂടെയുള്ളവരെയും സംരക്ഷിക്കാൻ കഴിയും. ഈ കഥ കേട്ട് ഇൻസ്പെക്ടർ അഭിറാം അഭിനന്ദിക്കുമെന്ന് കരുതിയപ്പോൾ ഈ കുട്ടിയെ ഫയൽ സ്റ്റേഷനിലേക്ക് ഇടൂ, ഒരാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ എല്ലാ ഫയലുകളും ഡിജിറ്റൽ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഓഫീസ് ജോലി കൊടുക്കുന്നു. നമ്മുടെ ഹീറോയിൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായ, എല്ലാവരോടും ജോളിയായി ഇടപഴകുന്ന ഒരു പെൺകുട്ടിയാണ്. ദിവസം മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരെല്ലാവരും പറയുന്നു, അപ്പോഴേ പറഞ്ഞതല്ലേ പോലീസ് ജോലി നിനക്ക് ശരിയാവില്ലെന്ന്, നീ കേട്ടില്ലല്ലോ, ഇപ്പോഴും വൈകിട്ടില്ല, ആ ജോലി ഉപേക്ഷിച്ചു വാ. എന്നാൽ അതൊന്നും പറ്റില്ല, ഞാൻ ഈ ജോലി തന്നെ ചെയ്യും എന്ന ഹീറോയിൻ ഉറച്ചു നിൽക്കുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ 2 പെൺകുട്ടികളെ കാണിക്കുന്നു. അതിൽ ഒരാളുടെ പേര് അനുഷ. അനുഷയ്ക്ക് പണ്ടേ സിനിമ നടിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി ഓഡിഷനുകളിൽ പങ്കെടുക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ ഒരിടത്ത് ഓഡിഷൻ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ അവൾ സെലക്ട് ആയോ ഇല്ലയോ എന്നറിയില്ല. കുറെ നേരമായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അനുഷ പറയുന്നു, സെലക്ട് ആകാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, സിനിമയിൽ അഭിനയിക്കാൻ എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചാൽ പോലും അവസരത്തിന് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണെന്ന് അവൾ സുഹൃത്തിനോട് പറയുന്നു. കുറച്ചു കഴിഞ്ഞ് കാസ്റ്റിംഗ് ഡയറക്ടറോട് ചോദിക്കുന്നു, സാർ ഞാൻ നന്നായിട്ടല്ല അഭിനയിച്ചത്, എന്താ എനിക്ക് അവസരം തരാഞ്ഞത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആരുടെ കൂടെയാണെന്ന് അറിയാമോ? ജൂനിയർ NTRന്റെ കൂടെ. പക്ഷെ ഒരു പ്രധാന കാര്യം, ഇത് ആരോടും പറയാൻ പാടില്ല. അതാണ് എഗ്രിമെന്റ്. നിന്റെ ഫ്രണ്ട്സിനോടോ വീട്ടുകാരോടോ പോലും പറയരുത്. അവൾ അത് സമ്മതിക്കുന്നു. പക്ഷേ തന്റെ സുഹൃത്തിനോട് ജൂനിയർ NTRന്റെ കൂടെ ഒരു ആഡ് പോകുന്നെന്ന് മാത്രം പറയുന്നു. എവിടെ, എപ്പോൾ എന്ന വിവരങ്ങൾ പറയുന്നില്ല. അവിടെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റേഷനിൽ ഗംഗാധരനും ഹീറോയിനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ഇൻസ്പെക്ടറെ നോക്കുന്നു. അദ്ദേഹം ഒരൊറ്റ ചപ്പാത്തിയിൽ ജാം പുരട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അങ്കിൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്, അതും ജാം പുരട്ടി? എന്റെ കയ്യിൽ എക്സ്ട്രാ ഫുഡ് ഉണ്ട്, വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വിളിച്ചോ, പക്ഷെ വരില്ല എന്ന് ഗംഗാധരൻ പറയുന്നു. ഹീറോയിൻ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വരുന്നു. ഇതെന്താ വീടാണോ സ്റ്റേഷനാണോ? ഇവിടെ എങ്ങനെ പെരുമാറണോ അങ്ങനെ പെരുമാറണോ? പിന്നെ നീ എന്തിനാ അദ്ദേഹത്തെ അങ്കിൾ എന്ന് വിളിക്കുന്നത്? മര്യാദയ്ക്ക് സാർ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ചൂടാകുന്നു. അപ്പോൾ ഹീറോയിൻ, അല്ല അദ്ദേഹത്തിനെ എങ്ങനെ വിളിക്കുന്നതാണോ കംഫർട്ടബിൾ അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് നല്ല അവസരമാണെന്ന് കണ്ട് ഗംഗാധരൻ ഉടൻ ഇൻസ്പെക്ടറിനോട്, എന്റെ മകളുടെ കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട് സർ എന്ന് പറയുന്നു. പയ്യനെ മകൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. പയ്യൻ നല്ല പയ്യനാണ് സർ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ, അതവിടെ നിൽക്കട്ടെ, മകൾക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ എന്ന് ഇൻസ്പെക്ടർ വീണ്ടും ചോദിക്കുന്നു. ആ ഇഷ്ടപ്പെട്ടു സാർ എന്ന് ഗംഗാധരൻ പറയുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ പോകുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ അനുഷ ജൂനിയർ NTRനോടൊപ്പം ആഡ് ഷൂട്ടിന് സെലക്ട് ആയിരുന്നല്ലോ. ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് ഒരാൾ അനുഷയെ കൊണ്ടുവിട്ടിട്ട് സാർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു പോകുന്നു. അനുഷ തന്റെ വാലറ്റും മൊബൈലും വെച്ചിട്ട് പാട്ടും പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അവിടേക്ക് യുഗേന്ദർ വരുന്നു. അയാൾ അനുഷയുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ അനുഷയും കൂടെ ഡാൻസ് ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് ഡാൻസ് നിർത്തിയിട്ട് സാർ എവിടെ, എപ്പോൾ വരും എന്ന് ചോദിക്കുന്നു. ആര് വരുന്നത്? അവിടെ നിൽക്കട്ടെ, എന്റെ കൂടെ ഡാൻസ് ചെയ്യേ എന്ന് യുഗേന്ദർ നിർബന്ധിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാൻ എന്തിനു ഡാൻസ് ചെയ്യണം?
സാർ എപ്പോ വരും എന്ന് ചോദിക്കുമ്പോൾ അയാൾ അവളെ നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ പോലീസ് ഓഫീസർ ഗംഗാധരന്റെ മകളുടെ എൻഗേജ്മെന്റ് ആണ്. അതിൽ പങ്കെടുക്കാൻ ഹീറോയിൻ വന്നിരിക്കുന്നു. വധുവിനെ ആശംസിച്ചിട്ട് സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സാർ അവിടെ നിൽപ്പുണ്ട് എന്ന് പറയുന്നു. ഹീറോയിൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. എന്താ സാർ ഇപ്പോഴും യൂണിഫോമിലാണോ? ഫംഗ്ഷന് വരുമ്പോഴെങ്കിലും കളർ ഡ്രസ് ഇട്ടോടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ യൂണിഫോം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. ഇൻസ്പെക്ടർ കുറച്ചുകൂടി ജോളിയായി ഹീറോയിനോട് സംസാരിച്ചു തുടങ്ങുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഴിക്കാൻ അവിടെയും മാഡത്തിന് ഇവിടെയും സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയ്യോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം എന്ന് ഹീറോയിൻ പറയുമ്പോൾ വേണ്ട ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ തനിച്ചു പോയിരുന്ന് കഴിക്കുന്നു. ഹീറോയിനെ കൂടെ കൂട്ടുന്നില്ല. പിന്നെ പതിവ് പോലെ സ്റ്റേഷനിലേക്ക് വരുന്നു. ഗംഗാധരനും ഹീറോയിനും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ കോൾ വരുന്നു. എന്തോ പ്രധാനപ്പെട്ട ജോലിയാണെന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്നു. എവിടേക്കാണെന്ന് വെച്ചാൽ അനുഷ എന്ന പെൺകുട്ടി ജൂനിയർ NTRന്റെ കൂടെ ആഡ് ഷൂട്ടിന് പോയ സ്ഥലത്ത് കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു. ആ വിവരം അറിഞ്ഞ് പോലീസ് ഇൻവെസ്റ്റിഗേഷന് വന്നതാണ്. അവിടേക്ക് വന്ന ഹീറോയിൻ ആദ്യമായി ഒരു ക്രൈം സീൻ കണ്ട് ഛർദ്ദിക്കുന്നു. അതിനുശേഷം ഇൻസ്പെക്ടറുടെ അടുത്ത് വന്ന് സാർ എന്തെങ്കിലും ക്ലൂ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇൻസ്പെക്ടർ ഞാൻ പറയുന്നത് നോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. സത്യത്തിൽ ഇവിടെ ഒരു മൽപ്പിടുത്തം നടന്നിട്ടില്ല. കൊലയാളി അനുഷയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി കൊന്നതാണ്, തട്ടിക്കൊണ്ടുവന്നതല്ല. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ സെക്ഷൽ അസോൾട്ട് നടന്നതിന്റെ യാതൊരു തെളിവുകളുമില്ല. ഈ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്താണ് ഇവിടേക്ക് വരുത്തിയത്. അനുഷയുടെ മൊബൈൽ ചെക്ക് ചെയ്താൽ കൊലയാളെ കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ മൊബൈൽ കൊണ്ടുപോയിരിക്കുന്നു. മറ്റെല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. കൊലയാളി കൊലപാതകം ചെയ്ത് പരിചയമുള്ള ഒരാളായിരിക്കും എന്ന് ഇൻസ്പെക്ടർ നിഗമനത്തിലെത്തുന്നു. അനുഷയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആഡ് ഷൂട്ടിന് പോകുന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അനുഷയുടെ സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ തുടക്കത്തിൽ അവൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. നീ അറിയില്ലെന്ന് പറഞ്ഞാൽ ആ കൊലയാളിയെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ഹീറോയിൻ നിർബന്ധിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, ഞങ്ങളൊരു പരസ്യം കണ്ട ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ കാണാൻ പോയിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ഓഡിഷൻ. അതിനുശേഷം ജൂനിയർ NTRന്റെ കൂടെ അഭിനയിക്കാൻ പോവുകയാണെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. മറ്റൊന്നും അവൾ ഷെയർ ചെയ്തില്ല. ഷെയർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. ആരാണ് ആ കാസ്റ്റിംഗ് ഡയറക്ടർ, ഏതാണ് 5 സ്റ്റാർ ഹോട്ടൽ എന്ന് ചോദിച്ച് അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ആ കാസ്റ്റിംഗ് ഡയറക്ടർ അവിടെ നടക്കുന്ന ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹോട്ടലിൽ പണം കൊടുത്ത് CCTV ക്യാമറകൾ ഓഫ് ചെയ്യിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നു. മാത്രമല്ല ആ കാസ്റ്റിംഗ് ഡയറക്ടർ ആരാണെന്ന് പോലും അറിയില്ല. അവിടെ നടന്ന ഓഡിഷൻ തന്നെ വ്യാജമായിരുന്നു എന്ന് മനസ്സിലാകുന്നു. കൃത്യമായി ട്രാപ്പിൽ പെടുത്തിയാണ് ആ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നു, ഈ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്. അവൾ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് കേട്ട ഹീറോയിന് ദേഷ്യം വരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഡ്രസ്സിനെ പറ്റി പറയാൻ തോന്നുന്നത്? ആ കുട്ടിയുടെ ശരീരം, അവളുടെ വസ്ത്രം, അത് അവളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കണ്ണിന് അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ലേ? ആദ്യം ആ കുട്ടിയോട് മാപ്പ് പറയാമെന്ന് ഹീറോയിൻ ഗംഗാധരനെ വഴക്ക് പറയുന്നു. ഇത് ആദ്യമായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് രണ്ടാമത്തെ തവണയാണ്. ഇതിനു മുമ്പും കീർത്തി എന്ന പെൺകുട്ടി പ്രഭാസിന്റെ കൂടെ ഡിന്നർ എന്ന് പറഞ്ഞ ഒരാൾ പറ്റിച്ചെന്ന് പരാതി തന്നപ്പോഴും നിങ്ങൾ നിസ്സാരമായാണ് അത് കൈകാര്യം ചെയ്തത് എന്ന് ഹീറോയിൻ പറയുമ്പോൾ അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് കാര്യം മനസ്സിലാവുന്നത്. കീർത്തിയുടെ വിഷയത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് അനുഷയുടെ വിഷയത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മൾ തിരയുന്ന കൊലയാളി അവൻ തന്നെയാണെന്ന് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തുന്നു. ഇപ്പോൾ മീഡിയയോട് വന്ന് ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ വിവരം, കൊലയാളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ സിനിമ ക്രേസ് ഉള്ളവർ ആരെയും ഫോളോ ചെയ്യരുത്. ഓഡിഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പോകരുത്. ഞങ്ങൾ കൊലയാളിയെ പിടിക്കുന്നതുവരെ സുരക്ഷിതമായിരിക്കണം എന്ന് പറയുന്നു. എന്നാൽ മീഡിയക്കാർ ഇതിനെ പരിഹസിക്കാൻ തുടങ്ങുന്നു. ഹീറോയിൻ ഇൻസ്പെക്ടർക്ക് സമൂസ കൊടുക്കുന്ന ദൃശ്യം കാണിച്ച് കൊലയാളിയെ പിടിക്കാതെ ഇവർ സമൂസ തിന്ന് സമയം കളയുകയാണ് എന്ന വാർത്ത വരുന്നു. ഹീറോയിൻ വീട്ടുകാരെ എല്ലാവരും വിളിച്ചു വരുത്തി ഞങ്ങളെ പറ്റി TV-യിൽ ന്യൂസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേ പറഞ്ഞതല്ലേ നിനക്ക് ഈ പോലീസ് ജോലി പറ്റില്ലെന്ന് എന്ന് പറഞ്ഞ് വീട്ടുകാർ അവളെ വഴക്ക് പറയുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥനും ഈ വാർത്ത കണ്ട് ഹീറോയിനെയും ഇൻസ്പെക്ടറെയും വിളിപ്പിച്ച് വഴക്ക് പറയുന്നു. എന്തിനാണ് മീഡിയയുടെ മുമ്പിൽ നിന്ന് സമൂസ കഴിച്ചത്? വേഗം ആ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല സർ, അവർ ഒളിച്ചിരുന്ന് വീഡിയോ എടുത്ത് ഞങ്ങളുടെ പേര് ചീത്തയാക്കുകയാണ് എന്നവർ പറയുന്നു. ശരി, ഓക്കെ, വേഗം ആ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്ന് അദ്ദേഹം ഉത്തരവിടുന്നു. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇൻസ്പെക്ടർ അന്വേഷിക്കുമ്പോൾ ഒരു ലീഡ് കിട്ടുന്നു. അതായത് കൊലയാളി ടാർഗറ്റ് ചെയ്യുന്നത് സിനിമ ക്രേസ് ഉള്ള പെൺകുട്ടികളെയാണ്. അതുകൊണ്ട് സിനിമ ക്രേസ് ഉള്ള പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാൽ ഉടൻ ഞങ്ങളെ വിളിക്കുക എന്ന് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ഹീറോയിനെ വിളിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. ടിൻഡറിൽ ഒരു പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നു. ആ വ്യക്തി നടൻ മഹേഷ് ബാബുവിന്റെ PA ആണെന്നും മഹേഷ് ബാബുവിനെ മീറ്റ് ചെയ്യിക്കാമെന്നും പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നു. ഹീറോയിൻ ആ മെസ്സേജ് വാങ്ങി നോക്കിയിട്ട് എവിടെ വരണം, എപ്പോൾ വരണം എന്ന വിവരങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നു. ആ പെൺകുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്, മറുപടിയും വരുന്നു. ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ വാങ്ങിയിട്ട് അവൾക്ക് പകരമായി ഹീറോയിൻ ആ കൊലയാളിയെ കാണാൻ തനിച്ചു പോകുന്നു. എന്നാൽ കൊലയാളി ഇത് കാണുന്നു. ഹീറോയിൻ ആരാണെന്ന് കൊലയാളിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ ആ പ്രൊഫൈലിലേക്ക് മെസ്സേജ് അയക്കുന്നു. ഇന്ന് സാർ പുറത്തുപോയി, മറ്റൊരു ദിവസം കാണാം എന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഹീറോയിൻ തിരികെ വരുമ്പോൾ പിന്നാലെ ഒരു കാർ ഫോളോ ചെയ്തു വന്ന് അവളെ ഇടിച്ച് ആക്സിഡന്റ് ആക്കിയിട്ട് നിർത്താതെ പോകുന്നു. ആ കാർ മറ്റാരുടെയുമല്ല, ആ സൈക്കോ യുഗേന്ദ്രന്റേതായിരുന്നു.
അപകടത്തിൽപ്പെട്ട ഹീറോയിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇൻസ്പെക്ടർ ഹീറോയിനെ കാണാൻ വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. അല്ല, ഞാൻ ഈ പോലീസ് ജോലിയിൽ ധൈര്യശാലി ആയിരിക്കണം എന്ന് കരുതിയാണ് വന്നത്. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഹീറോയിൻ പറയുന്നു. അങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ഇൻസ്പെക്ടറോട് അടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ സോറി, എനിക്ക് കല്യാണം കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. വീട്ടിൽ വന്ന അയാൾ ഡിപ്രഷൻ അടിച്ച് മദ്യപിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം സുഖകരമല്ലായിരുന്നെന്ന് വ്യക്തമാണ്. ഭാര്യ വളരെ ഡോമിനന്റ് ആയിരുന്നു എന്നെല്ലാം ചെറിയ സൂചനകൾ കാണിക്കുന്നു. അപ്പോഴാണ് സുഹൃത്തുക്കളെ ആ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. നമ്മൾ തിരയുന്ന ആ കൊലയാളി മറ്റാരുമല്ല, നമ്മുടെ ഇൻസ്പെക്ടർ തന്നെയാണ്. ഇൻസ്പെക്ടറുടെ മുഖം പതിയെ യുഗേന്ദ്രന്റെ മുഖമായി മാറുന്നു. സിനിമയുടെ തുടക്കത്തിൽ യുഗേന്ദ്രർ തന്റെ ഭാര്യ ഹാരികയും ഹർഷയും കൊന്നല്ലോ. ആ യുഗേന്ദ്രർ മറ്റാരുമല്ല, നമ്മുടെ ഇൻസ്പെക്ടർ അഭിറാമാണ്. അഭിറാം എന്ന യുഗേന്ദ്രർ, അതായത് നമ്മുടെ ഇൻസ്പെക്ടർക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഒരു ക്യാരക്ടറിൽ ഇൻസ്പെക്ടർ അഭിറാമായും മറ്റൊരു ക്യാരക്ടറിൽ സൈക്കോ യുഗേന്ദ്രായും അയാൾ ജീവിക്കുകയാണ്. സത്യത്തിൽ ഇൻസ്പെക്ടർ അഭിറാമിന് തന്റെ ശരീരത്തിനുള്ളിൽ ഒരു സൈക്കോ ക്യാരക്ടർ ഉണ്ടെന്ന് പോലും അറിയില്ല. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഹീറോയിൻ അപകടം പറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുന്നു. വീട്ടുകാർ എല്ലാവരും ഇനി ഈ പോലീസ് ജോലി വേണ്ട, ദയവായി വീട്ടിലിരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ ഹീറോയിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടുകാർ ഇൻസ്പെക്ടറോടും ഇത് തന്നെ പറയുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ കാരണമാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അവൾ ആ റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിയെ നമുക്ക് ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു എന്ന്. ഉടൻ ഹീറോയിൻ നിങ്ങൾ പൊക്കോളൂ സാർ, ഞാൻ നാളെ മുതൽ ഡ്യൂട്ടിക്ക് വരാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം മുതൽ ജോലിക്ക് കയറുന്നു. എന്നാൽ അപകടം പറ്റിയതുകൊണ്ട് ഹീറോയിന് ശരിക്കും നടക്കാൻ വയ്യ. സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ വേദന കൊണ്ട് താഴെ വീഴുന്നു. എല്ലാവരും സഹായിക്കാൻ വരുമ്പോൾ ഇല്ലില്ല, നിങ്ങൾ പോയി ജോലി നോക്കൂ, ടൈൽസ് ആണ് പ്രശ്നം, അത് മാറ്റുക എന്ന് പറഞ്ഞ് അവൾ പതിവ് പോലെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു കാര്യം പറയുന്നത്. ഈ സീരിയൽ കില്ലർ കേസിൽ നമുക്ക് കിട്ടിയ ഒരേ ഒരു ലീഡ് കീർത്തി മാത്രമാണ്. അവൾ മാത്രമാണ് കൊലയാളിയെ നേരിട്ട് കണ്ടത്, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതും. അവളുടെ അഡ്രസ്സും വിവരങ്ങളും കളക്ട് ചെയ്യേ, അവളെ വിളിച്ച് വേണം ഈ കൊലയാളിയെ പിടിക്കാൻ എന്ന് പറഞ്ഞ് അഡ്രസ്സ് എടുത്തിട്ട് ആ കുട്ടിയെ കാണാൻ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. യാത്രക്കിടയിൽ ഹീറോയിൻ ഇൻസ്പെക്ടറോട് ഭാര്യയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഭാര്യയുടെ പേര് ഹാരിക എന്നാണെന്നും അവർക്ക് തമ്മിൽ ചേർച്ചയില്ലാത്തത് കൊണ്ട് അവൾ ഓടിപ്പോയെന്നും പറയുന്നു. ഹീറോയിൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർക്ക് പറയാൻ താല്പര്യമില്ല. എന്റെ ഭാര്യയ്ക്ക് ഞാൻ സിനിമാ ഹീറോയെ പോലെ ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ടാണ് അവൾ എന്റെ കൂടെ ഇല്ലാതെ പോയത്. എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു പ്രതീക്ഷയില്ലേ എന്ന് ചോദിക്കുന്നു. ഉടൻ ഹീറോയിൻ പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്റെ ഭർത്താവ് എന്റെ കൂടെ ജോളിയായി സംസാരിക്കണം, കളിക്കണം, ഒരുമിച്ചിരുന്ന് കഴിക്കണം, ഒരുപാട് യാത്ര ചെയ്യണം, എന്റെ കൂടെ സമയം ചെലവഴിച്ചാൽ മാത്രം മതി, ഞാൻ ഹാപ്പി ആവും, ഇതാണ് എന്റെ പ്രതീക്ഷ എന്ന്. ഇത് കേട്ട ഇൻസ്പെക്ടറും ആലോചിക്കുന്നു. അവർ കീർത്തിയുടെ വീട് കണ്ടുപിടിച്ച് അകത്തേക്ക് കയറാണ്. കീർത്തിയോട് നീയാണ് ആ കൊലയാളിയെ നേരിട്ട് കണ്ടത്, അവൻ തുടർച്ചയായ കൊലപാതകങ്ങൾ ചെയ്യുകയാണ്, അവന്റെ അടയാളങ്ങൾ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കീർത്തി ഇൻസ്പെക്ടറെ നോക്കി പേടിക്കാൻ തുടങ്ങുന്നു. കാരണം ഇൻസ്പെക്ടർ തന്നെയല്ലേ കൊലയാളി. മാഡം, ദയവായി എന്നെ വിട്, ഞാൻ ഈ വിവരം പറഞ്ഞാൽ അവൻ എന്നെയും എൻ്റെ അമ്മയും കൊല്ലും, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് അവൾ പറയുന്നു. ഇൻസ്പെക്ടർ ശരി മോളെ, പേടിക്കണ്ട, എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. കീർത്തി വല്ലാതെ ഭയപ്പെടുന്നു. കാരണം കൊലയാളിയാണ് അവൾ നേരിട്ട് കണ്ടത്, ആ കൊലയാളി ഇൻസ്പെക്ടറും. ഇപ്പോൾ ഇൻസ്പെക്ടർ വീട്ടിൽ പോയി തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുന്നു. ഇൻസ്പെക്ടറുടെ വിവാഹം ഹാരികയുമായി നടക്കുന്നു. അദ്ദേഹത്തിന് ഹാരികയെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഹാരികയ്ക്ക് ഇൻസ്പെക്ടറെ ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് ഒരു സിനിമ സെലിബ്രിറ്റിയെ പോലെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. ഫോട്ടോ എടുക്കുമ്പോൾ പ്രശ്നം, ഫസ്റ്റ് നൈറ്റിന് ഒരുങ്ങുമ്പോൾ പ്രശ്നം, പുറത്തു പോകാൻ വിളിച്ചാൽ വരില്ല, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊന്നും നിനക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അമ്മയെ നോക്കാൻ പറഞ്ഞാൽ അതും പറ്റില്ല. ഒന്നിനും ഹാരിക സഹകരിച്ചില്ല. മാത്രമല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് സിനിമാ സെലിബ്രിറ്റികളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അവൾ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ആ സംഭവം നടന്നത്. തിരികെ പ്രസന്റിലേക്ക്. നമുക്കുള്ള ഒരേ ഒരു ലീഡ് കീർത്തിയാണ്, പക്ഷെ അവൾ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ഹീറോയിൻ പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഹാക്കറാണ്, അവളെ വെച്ച് മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്ത് കൊലയാളിയിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. തീർച്ചയായും അത് ട്രൈ ചെയ്യുന്ന ഇൻസ്പെക്ടറും പറയുന്നു. പിന്നീട് ഒരു ഫംഗ്ഷൻ വരുന്നു. അതിൽ ഹീറോയിനും ഇൻസ്പെക്ടറും പങ്കെടുക്കുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണോ കഴിക്കുന്നത്? 2 വാക്ക് സംസാരിച്ചൂടെ? സംസാരിച്ചുകൊണ്ട് കഴിക്കുമ്പോഴല്ലേ ഒരു രസം. എന്ത് സംസാരിക്കണം? പറഞ്ഞോളൂ, സംസാരിക്കാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഹീറോയിൻ ഇൻസ്പെക്ടറുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. എല്ലാത്തിനും അയാൾ കൃത്യമായ ഉത്തരം പറയുന്നു. എന്നാൽ ഹാരികയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതും അയാൾ ഒരു സൈക്കോയെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. പെട്ടെന്ന് സൈക്കോ ക്യാരക്ടറിലേക്ക് മാറുന്നു. അയാൾ ഹീറോയിനോട് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. നീ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിന്റെ ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ പറയുന്നു. പോലീസ് കഥാപാത്രം ഇങ്ങനെ ചെയ്യില്ല, സൈക്കോ കഥാപാത്രം മാത്രമേ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുകയുള്ളൂ, ട്രാപ്പിൽ വീഴ്ത്തി കൊല്ലാൻ വേണ്ടി.
ഇപ്പോൾ ഹീറോയിന് ഒരു പണി ഒപ്പിക്കുന്നു. ഗംഗാധരന്റെ മകളുടെ കല്യാണത്തിന് ക്ഷണക്കത്ത് കൊടുക്കാനെന്ന വ്യാജേന ഇൻസ്പെക്ടറുടെ ഭാര്യ ഹാരികയുടെ വീട്ടിൽ പോയി ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഹാരികയെ കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഹാരികയുടെ മാതാപിതാക്കൾക്കും അവൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് മനസ്സിലാകുന്നത്. അവരുടെ കല്യാണ ആൽബം ഉണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. അതെന്തിനാ നീ ചോദിക്കുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ, അല്ല സാർ എപ്പോഴും ഗൗരവത്തിലല്ലേ, കല്യാണ ആൽബത്തിലെങ്കിലും ചിരിച്ച മുഖം കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അവർ ആൽബം എടുത്ത് കാണിക്കുമ്പോൾ അതിൽ നിന്ന് ഹാരികയുടെ ഒരു ഫോട്ടോ ഹീറോയിൻ ആരും കാണാതെ എടുക്കുന്നു. നേരെ തന്റെ ഹാക്കർ സുഹൃത്തിനെ കാണാൻ പോകുന്നു. കേസിൽ എന്തെങ്കിലും ലീഡ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ വലിയ ലീഡൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ, ഇതാണ് ഇൻസ്പെക്ടറുടെ ഭാര്യ, എന്ത് ഭംഗിയാ കാണാൻ, ഇവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഹാക്കർ ഫോട്ടോ വെച്ച് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. ഹാരിക മരിച്ചുപോയി. എന്തോ ഡ്രഗ് കേസുമായി ബന്ധപ്പെട്ടാണ് മരണം. കൂടെ ഉണ്ടായിരുന്ന ആളും മരിച്ചതായി റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ ഹീറോയിൻ നേരെ ഗംഗാധരനെ കാണാൻ പോകുന്നു. ഗംഗാധരൻ മകളുടെ കല്യാണ തിരക്കിലാണ്. അദ്ദേഹത്തോട് നമ്മുടെ ഇൻസ്പെക്ടറുടെ ഭാര്യ ഹാരിക മരിച്ചുപോയി, ഈ വിവരം അദ്ദേഹത്തിന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഈ വിവരം അറിയില്ല. പക്ഷെ ഹാരിക അത്ര നല്ല പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല. അവൾ കാരണം അദ്ദേഹം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നീ വിവരം പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിക്കരുത്, അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്, നിനക്ക് അത്രയ്ക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് ഗംഗാധരൻ പറയുന്നു. ഇല്ല അങ്കിൾ, ഞാൻ പോകുന്നു, നാളെ വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകുന്നു. പക്ഷേ ഹീറോയിന്റെ മനസ്സ് അവളെ അനുവദിക്കുന്നില്ല. ഈ വിവരം ഇൻസ്പെക്ടറോട് പറഞ്ഞാൽ അദ്ദേഹം ആ പെൺകുട്ടി ഓർത്ത് വിഷമിക്കില്ല, ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യും എന്ന് കരുതി ഈ വിവരം പറയാനായി ഹീറോയിൻ ഇൻസ്പെക്ടറെ കാണാൻ വരുന്നു. എനിക്കൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ്? നിങ്ങളുടെ ഭാര്യ ഹാരിക എവിടെയോ ആരുടെയോ കൂടെ ജീവിക്കുന്നു എന്നല്ലേ നിങ്ങൾ കരുതിയിരുന്നത്, എന്നാൽ അവർ മരിച്ചുപോയി എന്ന വിവരം പറയുന്നു. ഇത് കേട്ട് ഇൻസ്പെക്ടർ ഞെട്ടുന്നു. കാരണം കൊന്നത് അയാൾ തന്നെയാണല്ലോ. ഈ വിവരം നിനക്ക് എങ്ങനെ അറിയാം, എന്ത് വെച്ചിട്ടാണ് നീ ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ഹാക്കർ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അവൾക്ക് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ ക്ഷണക്കത്ത് കൊടുക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. ആ ഫോട്ടോ വെച്ച് സ്കാൻ ചെയ്തപ്പോഴാണ് അവർ മരിച്ചു എന്ന് അറിഞ്ഞത്. തുടർന്ന് അന്വേഷിച്ചപ്പോൾ അവർ ദുരൂഹ സാഹചര്യത്തിൽ കത്തി കൊണ്ട് കുത്തേറ്റ് കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കി. ഇത് കേട്ട് ഇൻസ്പെക്ടർ വളരെ ഫീൽ ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സൈക്കോ യുഗേന്ദർ പുറത്തു വരുന്നു. യുഗേന്ദർ എന്ന കഥാപാത്രം ഹീറോയിനെ ട്രാപ്പിൽ പെടുത്തി കൊല്ലാൻ തീരുമാനിക്കുന്നു. കാരണം അവൾ ഇത്രയും കണ്ടുപിടിച്ചെങ്കിൽ താനാണ് കൊന്നതെന്നും കണ്ടുപിടിക്കുമെന്ന് അവൻ അറിയാം. അവൻ ഹീറോയിനോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങുന്നു. കൃത്യസമയത്ത് ഗംഗാധരൻ അവിടേക്ക് വരുന്നു. ഒരുപാട് ജോലിയുണ്ട്, വാ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇൻസ്പെക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു പെട്രോൾ പമ്പിലെ ആളുടെ കയ്യിൽ പണം കൊടുത്തിട്ട് ഹീറോയിനെ വിളിപ്പിക്കുന്നു. നിങ്ങളുടെ വണ്ടി ഇടിച്ച വണ്ടി ഈ പമ്പിലാണ് പെട്രോൾ അടിക്കാൻ വന്നത്, വണ്ടി ഇവിടെ നിൽപ്പുണ്ട്, വേഗം വന്നാൽ പിടിക്കാം എന്ന് പറയുന്നു. വീണ്ടും ഹീറോയിൻ തനിച്ച് ആ വണ്ടിയെ പിടിക്കാൻ വരുന്നു. ആ സൈക്കോയുടെ വണ്ടിയെ ഫോളോ ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി നിൽക്കുന്നു. ആളെ കാണാനില്ല. അവിടെ ഒരു ഗോഡൌൺ പോലത്തെ സ്ഥലമാണ്. അവിടെ പശുക്കളെ കെട്ടിയിട്ടിട്ടുണ്ട്. ഹീറോയിൻ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈക്കോ കഥാപാത്രത്തിലുള്ള യുഗേന്ദർ ആ വണ്ടിക്ക് തീ വെക്കുന്നു. എന്നിട്ട് അവൻ തന്നെ വന്ന് ഹീറോയിനെ രക്ഷിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നീ ചത്തുപോയനെ. നിന്നോട് ആരാ ഇവിടേക്ക് തനിച്ചു വരാൻ പറഞ്ഞത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അല്ല, കൊലയാളിയുടെ വിവരം അറിഞ്ഞിട്ടല്ലേ വന്നത്, അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, ആദ്യം ഇവിടെ നിന്ന് പോവാം വാ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഹീറോയിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം ഗംഗാധരന്റെ മകളുടെ കല്യാണം. ആ കല്യാണത്തിന് ഹീറോയിനും ഇൻസ്പെക്ടറും പങ്കെടുക്കുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ ഹീറോയിനോട് സംസാരിച്ചു തുടങ്ങുന്നു. നീ ആ ഹാരികയുടെ കാര്യത്തിൽ ഇടപെടരുത്, കാരണം ഹാരികയും ആ ഹർഷയും മരിക്കാൻ അർഹതയുള്ളവരാണ്, അവർ രണ്ടുപേരും എന്നെ ചതിച്ചു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ ഇൻസ്പെക്ടറുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നു. എന്തിനാ എന്റെ കയ്യിൽ വിലങ്ങ് വെച്ചത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, സത്യത്തിൽ നിങ്ങളുടെ ഭാര്യ ഹാരിക മരിച്ചുപോയെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ഹർഷ മരിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടേയില്ല. അത് എനിക്കും ആ ഹാക്കർക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ ഹാരികയും ആ ഹർഷയെയും കൊന്നത്. എനിക്ക് തുടക്കം മുതലേ നിങ്ങളെ സംശയം ഉണ്ടായിരുന്നു. കീർത്തി നിങ്ങളെ കണ്ടു ഭയന്നു. കീർത്തിയുടെ കേസിൽ നിങ്ങൾ താല്പര്യം കാണിച്ചതുമില്ല. ഞാൻ സംശയിച്ചതിന്റെ പേരിൽ അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിലെ കത്തിക്കുത്തിന്റെ പാറ്റേണും ഹർഷയുടെ ശരീരത്തിലെ പാറ്റേണും പിന്നെ അനുഷ എന്ന പെൺകുട്ടി മരിച്ചില്ലേ, ആ പാറ്റേണും ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഈ 3 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരാളാണെന്ന് ഞാൻ കണ്ടെത്തി. അത് നിങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്തിനു 3 കൊലപാതകം? നിന്റെ ഹാക്കർ സുഹൃത്തില്ലേ, അവളുടെ കഥയെ ഞാൻ കഴിച്ചു എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ ഞെട്ടിപ്പോവാണ്. അയാൾ ഹീറോയിനെ ആക്രമിച്ച് ആ വിലങ്ങ് പൊട്ടിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നു. ഹീറോയിൻ വീടാതെ പിന്തുടരുന്നുണ്ട്. ഒരിടത്ത് ഇൻസ്പെക്ടർ ഇരിക്കുകയാണ്. ഈ സാരി ഉടുക്ക്, നമുക്ക് സന്തോഷമായി ജീവിക്കാം എന്ന് പറയുന്നു. നീ ആരാ, ഞാനെന്തിന് ഈ സാരി ഉടുക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ വഴക്കിടുന്നു. ആ സൈക്കോ കഥാപാത്രം ഹീറോയിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. തുടക്കം മുതലേ എനിക്ക് നിങ്ങളെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അഭിറാം എന്ന കഥാപാത്രം നല്ലവനായതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് സംശയം തോന്നിയില്ല.
ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത് എന്ന് ഹീറോയിൻ പറയുന്നു. അപ്പോൾ ആ സൈക്കോ കഥാപാത്രം ഹീറോയിനെ കത്തിക്കൊണ്ട് കൊത്തുന്നു. വീണ്ടും കുത്താൻ വരുമ്പോൾ ആ സൈക്കോ കഥാപാത്രത്തിനുള്ളിലെ അഭിറാം എന്ന പോലീസ് കഥാപാത്രം ഉണരുന്നു. കാരണം ഹീറോയിൻ അഭിറാം എന്ന് അലറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോലീസ് കഥാപാത്രം ആ കത്തിയെടുത്ത് സ്വയം കുത്തുന്നു. അങ്ങനെ സ്വയം കുത്തുമ്പോൾ തന്റെ ശരീരത്തിനുള്ളിലെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയ യുഗേന്ദർ എന്ന കഥാപാത്രം മരിച്ചു പോകുന്നു. ഉടനെ തന്നെ എല്ലാവരും അവിടേക്ക് വന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ചികിത്സയ്ക്ക് ശേഷം ഇരുവരും രക്ഷപ്പെടുകയാണ്. കൊലയാളിയെ കണ്ടുപിടിച്ചതിന് നമ്മുടെ ഹീറോയിന് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേര് കിട്ടുന്നു. അതേസമയം നമ്മുടെ ഇൻസ്പെക്ടർക്ക് ശിക്ഷ നൽകാൻ കഴിയില്ല. കാരണം അയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് അയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് നൽകുന്നു. ഇപ്പോൾ വീട്ടിൽ കുടുംബത്തോടൊപ്പം എല്ലാവരും ഇരുന്ന് TV കാണുകയാണ്. TV-യിൽ ഹീറോയിനെ കുറിച്ച് അഭിമാനത്തോടെ വാർത്തകൾ വരുന്നു. ഇത് കണ്ട് വീട്ടുകാരെല്ലാവരും സന്തോഷിക്കുകയാണ്. ഇതോടെ ഈ സിനിമയോടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.